നേരത്തെ ഒരു കാര്യം ഇവിടെ സിറാജ് പത്രമുള്ളത് സുദിനം ഒരു സുദിനം പത്രം അതിൽ വിഘടിതർ നയം വ്യക്തമാക്കണമെന്ന് ചിത്താരി എന്ന് പറഞ്ഞിട്ട് സമസ്ത എന്തിന് എന്ന് വിശദീകരിക്കുന്നതിന് മുമ്പ് സമസ്തയുടെ നേതാക്കളായ ഈക്കയും കണ്ണിയത്ത് ഉസ്താദും ഹറാമാണ് എന്ന് ഫത്വ നൽകിയ ഖുതുബക്ക് മുമ്പുള്ള പ്രസംഗം നിർത്താൻ വിഗത സുന്നിയത്തും തയ്യാറുണ്ടോ എന്ന് വ്യക്തമാക്കണം എന്ന് പറഞ്ഞിട്ട് ഷംസുലമയും കണ്ണിയത്ത് ഉസ്താദും ഇത് ഹറാമാണ് എന്ന് ഫത്വ നൽകിയതായി ഒരു രേഖയുണ്ടെങ്കിൽ അതിവിടെ കൊണ്ടുവരണമെന്നാണ് ഈ ചിത്താരി അംസ മുസയുടെ ആവശ്യപ്പാടുള്ളത്. ഹറാമാണെന്ന് പറഞ്ഞ് ഇന്ന് തെളിയിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം ഞങ്ങൾ പറയാൻ കാരണം ഈ വിഷയം നേരത്തെ വെല്ലുവിളിച്ചിരുന്നു സമദ് സാഹിബ്. അന്ന് രേഖ കൊണ്ടുപോയി കൊടുക്കാനാണ് നമ്മളെ ജോലി. അന്ന് കൊണ്ടുപോയി കിടക്കാൻ കഴിയാതെ കുഴങ്ങിയ വ്യക്തി എന്ന് നിൽക്കാൻ പറയുന്നത് ധൈര്യം ഉണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും. നേരത്തെ പറഞ്ഞതുപോലെ സമസ്തയുടെ ലക്ഷ്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഈ പ്രസ്ഥാനക്കാർ എതിർക്കാൻ തന്നെയാണ് നമ്മുടെ സമസ്ത രൂപീകരിച്ചത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇത് മാത്രമേ പുഷ്ടപ്പെട്ടിട്ടില്ല. അതുപോലെ അപ്പോൾ വിദായി പ്രസ്ഥാനക്കാരുടെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല, അതുപോലെ അവരോട് സലാം പറയാൻ പാടില്ല, സലാം പറഞ്ഞാൽ മടക്കാൻ പാടില്ല, അവരെ കുട്ടികളെ വിവാഹം ചെയ്യാൻ പാടില്ല എന്നെല്ലാം ഉണ്ട്. ഇതിലെല്ലാം ബഹുമാനയുടെ കണ്ണിയത്ത് ഉസ്താദ് എല്ലാം ഫത്വയും നൽകിയിട്ടുണ്ട്. എങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ എല്ലാം നേതാവ് ബഹുമാന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ധിക്കരിച്ചുകൊണ്ട് മറുവശത്തേക്ക് പോയി ഇപ്പൊ മറുവശത്തിലുള്ള ജലീൽ സഖാഫി എഴുതിയൊരു പുസ്തകമുണ്ട്. അതിൽ മുജാഹിദുകളുടെ മയ്യത്ത് നിസ്കരിക്കുന്നതിൽ തെറ്റില്ല, ഇസ്ലാമികളെ തെറ്റില്ല എന്ന് എഴുതിയിരിക്കുന്നു. അതിന്റെ അവതാരിക എഴുതിയ ബഹുമാനയുടെ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അവർകളാണ്. അതുപോലെ അതിന് അനുമോദനം എഴുതിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഈ സ്റ്റേജിൽ തന്നെയുള്ള ബഹുമാന അബ്ദുൽ സമീദ് സാഹിബ് അവർകളാണ്. ഇതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് എന്ത് നിലപാടാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതൊരു മസാലപരമായ വിഷയമാണ്. അതിൽ ഫുഖഹാ എന്തു പറഞ്ഞു എന്നാണ് അതിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. എ പി വിഭാഗത്തിനെ വിമർശിച്ചു എന്നുള്ളത് കൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. എ പി വിഭാഗത്തിൽ ഫിഖ്ഹിന്റെ കിതാബ് അർത്ഥം വെക്കാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ ബിദ്അത്തുകാർക്ക് മയ്യത്ത് നിസ്കരിക്കൽ ഹറാമാണ് എന്നോ പാടില്ല എന്നോ പറയുന്ന ഏതെങ്കിലും ഒരു ഭാഗം ഷാഫി മദ്ഹബിലെ ഒരു ഉദ്ധരണി ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്നാൽ ആ വിഷയം അവസാനിക്കും. അതേ സമയത്ത് സജ്റിന് വേണ്ടി സലാം നിസ്കരിക്കാൻ പാടില്ല, അവരോട് സഹകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാ മുസ്ലിമിന്റെ പേരിലും മയ്യത്ത് നിസ്കരിക്കൽ നിർബന്ധമാണ് എന്നുള്ള ഹുക്കുമ് അവിടെ മുബത്തദി എന്നോ സുന്നി എന്നോ വ്യത്യാസമല്ല. ഇപ്പൊ ഈ മഹല്ലത്തിൽ ഒരാൾ മരിച്ചു, മുബത്തദി ആകുന്ന ആളാ മരിച്ചത്, എന്നാൽ ഈ നാട്ടുകാരാകുന്ന ഒരാളും മയ്യത്ത് നിസ്കരിക്കാതിരുന്നാൽ എ പി ഇ കെ വ്യത്യാസമില്ലാതെ എല്ലാവരും കുറ്റക്കാരാകും എന്നുള്ളതാണ് ഫുഖഹായിന്റെ ഭാഷ. അങ്ങനെയാണ്. അതിൽ സമസ്തക്ക് പുതിയ തീരുമാനമൊന്നുമില്ല. പക്ഷെ സജ്റിന് വേണ്ടി അവരോട് പിണങ്ങി നിൽക്കാനും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. സജ്റിന് വേണ്ടി അല്ലാത്ത സമയത്ത് പിണങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ വിഷയത്തിൽ ആത്യന്തികമായിട്ട് പറയാനുള്ളത് ബിദ്അത്തുകാർക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നുള്ള വാദം ഫുഖഹായിന് പോലും ഇല്ല എന്നുള്ളതാണ് ശരി. അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദീർഘിപ്പിക്കരുത്. നിങ്ങളെ സംശയം ഇപ്പോ അതിന്റെ മറുപടി പറഞ്ഞു. നിങ്ങൾക്ക് രണ്ട് തെളിവ് വേണമെങ്കിൽ മറുഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ അറിയപ്പെട്ട മുജാഹിദിന് വേണ്ടി മയ്യത്ത് നമസ്കാരത്തിൽ മുന്നിലെ സൊഫിൽ തന്നെ നിന്നും നാലാമത്തെ സൊഫിൽ നിന്നും നിസ്കരിച്ച ആളുകളുടെ തെളിവ് നിങ്ങൾക്ക് തന്നാൽ ബോധ്യാവോ? ഒന്ന്. രണ്ടാമത്തത് ഇത് സംബന്ധമായി ഇപ്പൊ സക്കാഫിക്കൊരു അനുഭവം ഉണ്ട്. അപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്ത് ടേപ്പ് റിക്കാർഡ് അരയിൽ വെച്ചിട്ടൊരു കൗമ പോയി. ടേപ്പ് റിക്കാർഡൊക്കെ ഓണാക്കിയിട്ട് പറ്റൂല എന്ന് പറഞ്ഞാൽ വിഷയാക്കാം, പറ്റുമെന്ന് പറഞ്ഞാലും വിഷയാക്കാം. കണ്ണിയത്ത് ഉസ്താദിന്റെ സൈലൻസ് ഉറക്കെ ചോദിച്ചു ഇവരോട്, നിങ്ങൾ പറഞ്ഞ മുജാഹിദ് മുസ്ലിമോ കാഫറോ എന്ന് ചോദിച്ചു. ടേപ്പ് റിക്കാർഡ് ഓഫാക്കി പോകുന്ന കൂട്ടത്തിലാ മൂപ്പര്. ഇനി വേണ്ടല്ലോ, അത്രേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ ഈ സജറിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ അപ്പോ ഈ നേരത്തെ ഫത്വ കൊടുത്തിട്ടുണ്ടല്ലോ ഈ വിഷയത്തിൽ പാടില്ല എന്ന്. അപ്പൊ അവർക്ക് ഇത് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നോ? ഫത്വ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, അത് ഒരു ഹുക്കുമ് പറയല്ല, ഒരു സാഹചര്യത്തിൽ അവിടുത്തെ കാര്യങ്ങൾ പറയലല്ലേ ഫത്വ. ഫുഖഹാന്റെ കിതാബ് എടുത്തിട്ട് ഇന്ന് എ പി കൂട്ടത്തിൽ കിതാബ് എത്തുന്ന ആൾക്കാരെ വന്നോട്ടെ, അതിൽ ഏത് കിതാബ് ഫത്ഹുൽ മുഈനായിക്കോട്ടെ, തുഫയാവട്ടെ, മഹല്ലയാവട്ടെ, അതെടുത്ത് നോക്കുക. ഫത്വ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലെ സാഹചര്യത്തിൽ ഒരു പക്ഷേ രണ്ട് കുടുംബം നമ്മൾ നിക്കാഹ് നടക്കാൻ പോകുക, സമസ്ത ചിലപ്പോൾ ഇടപെട്ടിരുന്ന് വേണ്ടെന്ന് പറയേണ്ടി വരും. അത് നിക്കാഹ് ഹറാമായത് കൊണ്ടാവില്ല. ആ നാട്ടിലെ സാഹചര്യത്തിൽ ഇടപെട്ട് സംസാരിക്കുന്ന ഒരു വിധി എന്നല്ലാതെ അത് മസാല പറഞ്ഞതല്ല. ഹുക്കുമ് പറയുമ്പോൾ അത് സൂക്ഷ്മമായി ഫുഖഹാ പറഞ്ഞതേ പറയാൻ പറ്റുള്ളൂ. ചോദിക്കാൻ. അപ്പൊ ഫത്വ എന്ന് പറയുമ്പോൾ
അദ്ദേഹം പറഞ്ഞ പ്രത്യേക സാഹചര്യം അനുസരിച്ചാണ് കൊടുക്കുന്നത്. പക്ഷേ സമസ്ത എന്ന് പറഞ്ഞ ആധികാരിക സംഘടന കേരളത്തിലെ ഈ സമസ്ത എന്താണ് പറയുന്നത്, ഈ വിഷയത്തിൽ എന്ത് പറയുന്നു എന്നായിരിക്കും കേരള ജനങ്ങൾ നോക്കുക. അപ്പൊ മയ്യിത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ മുസ്ലിമുകളെ ബാധിക്കുന്ന പ്രശ്നമാണ്. ആ വിഷയത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അപ്പൊ ആ നിലക്കായിരിക്കും മറുപടി ഉണ്ടാവുക. അപ്പോൾ അതിനെക്കുറിച്ച് എന്ത് പറയും? ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം, പെട്ടെന്ന് പറയട്ടെ. ഈ ഒരു ഫത്വ കഴിഞ്ഞിട്ടാണല്ലോ കാന്തപുരത്ത് ചേപ്പാലത്ത് കുഞ്ഞഹമ്മദ് മാസ്റ്റർ എന്ന് പറയുന്ന സാക്ഷാൽ വഹാബി നിസ്കരിച്ചപ്പോ AP അബൂബക്കർ മൗലവിപ്പെട്ട് മയ്യിത്ത് നിസ്കരിച്ചത്. സാക്ഷാൽ വഹാബിക്ക് പൂനൂർ ഉണ്ണിക്കുളം പഞ്ചായത്തിലെ പൂനൂരിന് സമീപത്തുള്ള ചേപ്പാലത്ത് പോയാൽ ഇന്നും അവിടുത്തെ സുന്നി AP-കാരും പറയും, മുജാഹിദ് പറയും AP നിസ്കരിച്ചു എന്നുള്ളത്. അത് നിഷേധിക്കൂല. അപ്പൊ അദ്ദേഹത്തിന് അതൊക്കെ ആവാം എന്ന് പറയുമ്പോൾ മസലപരമായിട്ട് തെറ്റല്ല അദ്ദേഹത്തിന് അറിയാം. പിന്നെ എവിടെയെങ്കിലും സമസ്ത പറഞ്ഞെങ്കിൽ അത് അവിടുത്തെ സാഹചര്യം. സമസ്തയുടെ അന്നും ഇന്നുമുള്ള വാദം ഫുഖഹാ പറഞ്ഞതുപോലെ മയ്യിത്ത് നിസ്കരിക്കൽ ഹറാമാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ വാദം സമസ്ത പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ ഇത് കൊണ്ടുവന്നോളൂ, സമസ്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എങ്ങനെ സഖാഫി പറഞ്ഞ എഴുതിയത് യാതൊരു പ്രശ്നം ഇസ്ലാമിയുമായിട്ട് യാതൊരു തെറ്റില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൊട്ടേഷൻ കൊടുക്കണ്ടേ? ഇങ്ങനെയാണെങ്കിൽ അതെ, ഒരു മുജാഹിദ് മരിച്ചാൽ അദ്ദേഹത്തിന് നിസ്കരിക്കുന്നത് തെറ്റല്ല. അത് ഫുഖഹാന്റെ ഭാഷയാണ്. അത് സഖാഫിയുടെ ഭാഷയല്ല, ചെറുശ്ശേരി ഉസ്താദിന്റെ ഭാഷയല്ല, അത് ഫുഖഹാന്റെ ഭാഷയാണ്. ആ ഭാഷ തെറ്റാണെങ്കിൽ ഇബ്നു ഹജർ തങ്ങൾക്ക് പഴച്ചു എന്ന് പറയേണ്ടി വരും, ബഹുമാനപ്പെട്ട മഖ്ദൂബ് തങ്ങൾക്ക് പഴച്ചു വേണ്ടി വരും. ഇങ്ങനത്തെ സ്വാലിഹ്യങ്ങൾ പഴച്ചു എന്ന് പറയല ഏപ്പിന്റെ നിങ്ങളൊക്കെ താല്പര്യം. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളെ നാട്ടില് ഒരാൾ മരിച്ചു, എല്ലാ ആളുകളും ആ നാട്ടില് ഇയാൾ മരിച്ച സ്ഥാനത്ത് അയാൾ മുജാഹിദാണ്, അയാൾ അറിയപ്പെടുന്ന വിദേഹത്തുകാരനാണ്. ഒരാളും അയാളെ പേരിൽ മയ്യിത്ത് നിസ്കരിക്കാതിരുന്നാൽ ആ മഹലിലെ മോമിനികളെ ഹുക്കുമെന്താ? അവർക്ക് ശിക്ഷ ഉണ്ടാവില്ലേ? അതിന്റെ ഹുക്കുമ് പറയും. അതായത് അങ്ങനെ ഒരു നാട്ടിൽ അങ്ങനെ മരിച്ചു. അതായതല്ല ഞാൻ ചോദ്യം സദസ്സ് ഇളകരുത്. നിങ്ങളുടെ മഹലിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ, മുബത്തദിയായ മനുഷ്യൻ മരിച്ചു. മുബത്തദി മുസ്ലിമാണല്ലോ, അവൻ മരിച്ചു. അവന്റെ മയ്യത്ത് നിസ്കരിക്കാതെ മറമാടാൻ ഒരു ഹുക്കുമുണ്ടെങ്കിൽ പറ. സാധാരണയായി സമസ്തയുടെ പിളർപ്പിനെ സംബന്ധിച്ച് എല്ലാവരും വിശദീകരിക്കാറുള്ളത് ഉസ്താദുമാരോട് അഥവാ ഗുരുനാഥന്മാരോട് അദബ് കേട് കാണിച്ചത് കൊണ്ടാണ് അവരെ പുറത്താക്കിയത്, അല്ലെങ്കിൽ മറ്റു വിഭാഗം ഇറങ്ങിപ്പോയത് എന്തൊക്കെയോ പറയുന്നു. എന്ത് തന്നെയായാലും നമ്മുടെ സഖാഫി ഉസ്താദ് ഇവിടുന്ന് അദ്ദേഹത്തിന്റെ ഉസ്താദിനെ തന്നെയല്ലേ ചീത്ത പറയുന്നത്? അത് പറയാൻ പാടുണ്ടോ? അവിടെ ഇരിക്കും. ഈ സദസ്സ് അവസാനിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ കാന്തപുരത്ത് പറയുന്നത് ഒരു ഉസ്താദിനെ തന്നെ വിമർശിക്കാനില്ലെന്ന. അദ്ദേഹം ചെയ്യുന്ന ഏതെങ്കിലും ഒരു നന്മയെ ഞാൻ വിമർശിക്കുന്നില്ല, അദ്ദേഹം ചെയ്യുന്ന തിന്മയെ മാത്രമാണ് വിമർശിക്കുന്നത്. ഞാൻ വളരെ വസ്തുനിഷ്ഠമായി രേഖയെടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൽ സംശയമുണ്ടെങ്കിൽ ചോദിക്കാമെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ട് ഒരൊറ്റ ചോദ്യം പോലും ഈ പ്രദേശത്തുള്ള AP വിഭാഗം ചോദിക്കാത്തത് കൊണ്ട് അവര് മുഴുവനും അത് സമ്മതിച്ചിരിക്കുന്നു. AP വിഭാഗത്തിന്റെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞിട്ട് AP-യുടെ പേരെടുത്ത് പറഞ്ഞിട്ട് നിഷേധിക്കാൻ തയ്യാറല്ല എന്നതിന്റെ അർത്ഥം അവർ അത് സമ്മതിച്ചിരിക്കുന്നു. നമ്മുടെ ഈ മുഖാമുഖം എല്ലാ അർത്ഥത്തിലും വിജയിച്ചിരിക്കുന്നു. അദ്ദേഹം ചെയ്യുന്ന നീചപ്രവർത്തനങ്ങളെയും അസത്യത്തെയും ബാത്തിലെയും മാത്രമാണ് ഞാൻ എതിർക്കുന്നത്. ഒരിക്കലും അദ്ദേഹം ചെയ്യുന്ന ഒരു നന്മയും ഞാൻ എതിർക്കാൻ പോകുന്നില്ല എന്ന് മാത്രം പറഞ്ഞ് ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.